ഇനി കാർഷിക ലോകത്തെ വാർത്തകൾ കാണാം. രാജ്യത്തെ പ്രധാന ജലാശയങ്ങളിലെ ജലനിരപ്പ് വീണ്ടും താഴ്ന്നു. കേന്ദ്ര ജല കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം സംഭരണം 47% കുറഞ്ഞത് ആശങ്കയുയർത്തുകയാണ്. രാജ്യത്തെ 166 പ്രധാന ജലാശയങ്ങളിലെ ആകെ സംഭരണം ഇപ്പോൾ 85.698 ബില്യൺ ക്യൂബിക് മീറ്ററാണ്. ഇത് ആകെ ശേഷിയായ 183.565 ബില്യൺ ക്യൂബിക് മീറ്ററിന്റെ വെറും 47% മാത്രമാണ്. രാജ്യത്തെ 5 മേഖലകളിൽ 3 മേഖലകളിലും സംഭരണം 50% താഴെയായി തുടരുകയാണ്. മാർച്ച് 1 മുതൽ രാജ്യത്തെ 35% ജില്ലകളിൽ മഴക്കുറവ് രേഖപ്പെടുത്തിയതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. ജനുവരി മുതൽ ഫെബ്രുവരി വരെ 70% പ്രദേശങ്ങളിലും ശീതകാല മഴ ലഭിച്ചിട്ടില്ല. ദക്ഷിണ മേഖലയിലെ 47 ജലാശയങ്ങളിൽ സംഭരണം 36% കുറഞ്ഞപ്പോൾ തെലങ്കാനയിലാണ് ഏറ്റവും കുറഞ്ഞത്. 28.67% തമിഴ്നാട് 43.5% മുന്നിലാണ്. കേരളം 38%, കർണാടക 35%, ആന്ധ്രാപ്രദേശ് 41% രേഖപ്പെടുത്തി. മേഖലയനുസരിച്ച് പാശ്ചാത്യ മേഖലയിൽ ഏറ്റവും നല്ല നിലയിലാണ് ജലസംഭരണം. 56%. കേന്ദ്ര മേഖലയിൽ 53%, വടക്കൻ മേഖലയിൽ 44%. ഇതിനിടെ പാശ്ചാത്യ വിക്ഷോഭത്തെ തുടർന്ന് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാമെന്ന പ്രവചനമുണ്ടായിട്ടും ജലനിരപ്പ് ഇനിയും താഴാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ബസുമതി അരി കയറ്റുമതി കടുത്ത പ്രതിസന്ധിയിൽ. കപ്പൽ ചെലവുകളും കുത്തനെ ഉയർന്നതിനെ തുടർന്ന് സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ബസുമതി റൈസ് ഫാമേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് ഡെവലപ്മെന്റ് ഫോറം രംഗത്തെത്തിയിരിക്കുകയാണ്. ബസുമതി അരി കയറ്റുമതി ഗുരുതരമായ വ്യാപാര പ്രതിസന്ധിയാണ് നേരിടുന്നത്. കടലിലും തുറമുഖങ്ങളിലും കുടുങ്ങിയ കയറ്റുമതി ചരക്കുകൾക്ക് കപ്പൽ ചെലവുകൾ ഇരട്ടിയിലധികമായി ഉയർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട ബസുമതി റൈസ് ഫാമേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് ഡെവലപ്മെന്റ് ഫോറം APEDA ചെയർമാനെ സമീപിച്ചു. എക്സ്പോർട്ടേഴ്സും വ്യവസായ സംഘടനകളും പലതവണ ആവശ്യപ്പെട്ടിട്ടും ഷിപ്പിംഗ് കമ്പനികളിൽ നിന്ന് യാതൊരു നിർണായക നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഫോറം ആരോപിക്കുന്നു. ഈ പ്രതിസന്ധി സാധാരണ വ്യാപാര പ്രശ്നമല്ല, ദേശീയ വ്യാപാര പ്രതിസന്ധിയാണെന്നും ഫോറം ചൂണ്ടിക്കാട്ടുന്നു. ഓർഡറുകൾ റദ്ദാക്കൽ, കരാർ ലംഘന സാധ്യത, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ കുറഞ്ഞുപോകൽ തുടങ്ങിയ അപകടങ്ങൾ ഉയർന്നിരിക്കുകയാണ്. മാർച്ച് 1 മുതൽ ഈ സാഹചര്യം ഫോഴ്സ് മജൂറായി പരിഗണിച്ച ഡമറേജ്, ഡിറ്റൻഷൻ, സ്റ്റോറേജ് ചാർജുകൾ ഒഴിവാക്കണമെന്ന് ഫോറം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. എഥനോളിന് പിന്നാലെ ഇന്ത്യയുടെ ബയോഫ്യൂവൽ രംഗം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഡീസലിന് പകരമായി ബയോ ഐസോബ്യൂട്ടനോൾ ശ്രദ്ധ നേടുകയാണ്. ഉയർന്ന കാര്യക്ഷമതയും എഞ്ചിനുകളുമായി മികച്ച പൊരുത്തവുമാണ് ഈ ഇന്ധനത്തെ ശ്രദ്ധേയമാക്കുന്നത്. ഇന്ത്യയുടെ ബയോഫ്യൂവൽ രംഗം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എഥനോളിനു പിന്നാലെ ഡീസൽ മേഖലയെ ലക്ഷ്യമിട്ട് ബയോ ഐസോബ്യൂട്ടനോൾ പോലുള്ള പുരോഗമന ഇന്ധനങ്ങൾ ശ്രദ്ധ നേടുന്നു. ഉയർന്ന ഊർജ്ജ സാന്ദ്രതയും മികച്ച മിശ്രിതശേഷിയും ഉള്ളതിനാൽ ഡീസൽ എഞ്ചിനുകളുമായി കൂടുതൽ പൊരുത്തമുള്ളതാണ് ഈ ഇന്ധനം. 10 വർഷത്തിലധികം നീണ്ട ഗവേഷണത്തിന് ശേഷം ഈ സാങ്കേതികവിദ്യ പ്രായോഗികമായി വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. ഇന്ധന മിശ്രിതത്തിന്റെ സ്ഥിരതയും പ്രകടനവും വിവിധ സ്ഥാപനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം നിലവിലുള്ള എഥനോൾ പ്ലാന്റുകളുമായി ഇത് സംയോജിപ്പിക്കാനാകുന്നത് വലിയ നേട്ടമാണ്. ആവശ്യാനുസരണം ഉൽപ്പാദനം മാറ്റാനുള്ള സൗകര്യവും ഇതിലൂടെ ലഭിക്കുന്നു. ഇന്ത്യയുടെ കാർബൺ കുറയ്ക്കൽ ലക്ഷ്യങ്ങളുമായി ഈ നീക്കം അടുത്ത ബന്ധമുള്ളതാണ്. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ വിജയിക്കാൻ വ്യക്തമായ നയപിന്തുണയും നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.